നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്പുകളാണ്. രാവിലെ എത്രയും പെട്ടെന്ന് അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഫ്രീ ആവണമെന്ന് ആഗ്രഹിക്കാത്ത വീട്ടമ്മമാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിപ്പുകൾ നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ അടുക്കള ജോലിയൊക്കെ തീർത്ത് ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ട കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പം ഉണ്ടല്ലോ, വൈറൽ പാലപ്പം എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ രാവിലെ അരച്ച് വെച്ചിട്ട് ആ 1 മണിക്കൂർ കൊണ്ട് ചുടുന്ന ആ ഒരു രീതിയാണല്ലോ അത്. അപ്പോൾ അത് പെട്ടെന്ന് ഈ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ടൊന്നും സെറ്റായി വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കാസറോളിൽ നമ്മൾ ആ മാവ് അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ആ 1 മണിക്കൂറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു അര-മുക്കാൽ മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ഈ മാവ് സെറ്റായിട്ട് വരും. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് പോകാനും ജോലിക്ക് പോകാനുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഇതും കാത്തു നിൽക്കണമല്ലോ 1 മണിക്കൂർ സമയം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ കാസറോളിലേക്ക് നമ്മൾ ദോശമാവ് അരച്ച് വെക്കുകയാണെങ്കിൽ രാത്രി വെക്കുന്നതാണല്ലോ. അപ്പോൾ അരച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ലേറ്റായിട്ടൊക്കെ അരച്ച് വെക്കും ചില സമയത്ത്. എനിക്കുള്ള സ്വഭാവമാട്ടോ, രാത്രി ആയി പോകും ചില സമയം ദോശമാവ് അരയ്ക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് പിറ്റേന്ന് നമുക്ക് ദോശ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ, ദോശ ആണെങ്കിലും ഇഡലി ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ അരച്ചിട്ട് കാസറോളിൽ റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാലപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നെസീസ് ആർക്കൈവ്സ് വൈറൽ പാലപ്പം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു കടല വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു തക്കാളി, പിന്നെ അതേപോലെ തന്നെ ഒരു ഉള്ളിൻ്റെ പകുതി. അപ്പോൾ കുറച്ച് വെക്കാനുള്ളതുകൊണ്ടാണ് എത്രയും കുറച്ചെടുത്തത്. അപ്പോൾ കൂടുതൽ കടല വരട്ടിയത് ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടി എടുത്താൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും. പിന്നെ അതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ വറുത്ത മല്ലിപ്പൊടി എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പാക്കറ്റിൽ നിന്ന് സ്റ്റൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പച്ചമല്ലിപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഇപ്പോൾ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യും. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. ആ മസാലക്കൂട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. കാരണം എന്താ വെച്ചാൽ അതൊന്നും വേവാത്തല്ല, തക്കാളി ആയാലും ഉള്ളി ആയാലും ഒക്കെ വേവിക്കാൻ വെച്ചാൽ ഒരുപാട് സമയം ആവണ്ട കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് തന്നെ കടല പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ തലേന്ന് തന്നെ നമ്മൾ ഇങ്ങനെ കടല ഇത് ചെയ്യണമെങ്കിൽ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി അധികം ആയതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർക്കാത്തത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്തോണ്ട്, അതും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്യുമല്ലോ, അത് പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടാന്ന് വെച്ചാൽ നല്ല ചൂട് തന്നെ വേണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേത് നമ്മൾ കുറച്ച് അധികമൊക്കെ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി വരും. ഞാനിതിപ്പോൾ അത് മോളെ വീട്ടിൽ നിന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് അവൾ ബിരിയാണി വെക്കുന്നുണ്ട്. ഇനി ഏതായാലും ഈ ഒരു ടിപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് കേട്ടോ എടുത്തത്. പിന്നെ അതേപോലെ നമ്മൾ ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റിട്ട് ആ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തലേന്ന് വെച്ചാൽ രാത്രി ആയിക്കോളുന്നില്ല, നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്താൽ മതി. രാവിലത്തെ തിരക്കും ബഹളത്തിൻ്റെ ഉള്ളിൽ കൂടി തൊലി കളഞ്ഞിരിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിറ്റേന്നേക്കുള്ള 1-2 ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വറവിടാനും എടുക്കാനും പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് 1-2 എടുത്താൽ മതി. ഒരുപാട് അധികം ഉണ്ടാക്കി വെക്കണ്ട എന്നുള്ള ഒരു ഇത് മാത്രം ചെയ്താൽ മതി. കുറേശ്ശൊക്കെ എടുത്ത് വെക്കുക. അതേപോലെ എപ്പോഴും നമ്മൾ ഫ്രീ ടൈമിൽ 1-2 തേങ്ങ പൊളിച്ചിട്ട് ഇതേപോലെ ചിരവി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എപ്പോഴും അത് കാണിക്കുന്നതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തേങ്ങ ചിരവി ആവശ്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്, താഴെ വെക്കരുത്, കേട് വന്നു പോകും. അപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ പുറത്തെടുത്താൽ മതി, ഇതേപോലെ അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാനിതപ്പോൾ ഇവിടെ വറുത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് തീയലുണ്ടാക്കാൻ, സാമ്പാർ ഉണ്ടാക്കാൻ, പിന്നെ അതേപോലെ മീൻ വറുത്തരച്ച് വെക്കില്ല, അതിലൊക്കെ വറുത്തരച്ച്
വെച്ചാൽ നല്ലതാട്ടോ. തേങ്ങ വറുത്തരയ്ക്കുന്ന കാര്യമാട്ടോ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മൂത്ത വിളഞ്ഞ തേങ്ങ ആവണം കേട്ടോ. അപ്പോൾ മൂക്കാത്ത തേങ്ങ ആണെങ്കിൽ പെട്ടെന്ന് വറവായി കിട്ടില്ല, കുറേ സമയം നമുക്ക് പിന്നെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് വറവായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരുമ്പ് പാത്രമാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടായി വരികയും വേണം, അതുപോലെ കുറച്ചധികം തേങ്ങയുണ്ട്. കുറച്ചാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി ചൂടായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റായി വരും. പിന്നെ നിങ്ങളിത് ചിക്കനിലേക്കാണ് ഈ ഒരു തേങ്ങ വറുത്ത് വെക്കുന്നതെങ്കിൽ, ചിക്കനിലേക്ക് മാത്രമാണെങ്കിൽ കേട്ടോ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് ഒരു പ്ലേറ്റിലേക്കാക്കി ചൂടാറി പിന്നെ വേറൊരു സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലേക്കാക്കി വെക്കണം. പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചാൽ വല്ലാതെ മൂത്തു പോകും. എൻ്റെ ഒരു ഫേവറേറ്റ് മീനാണ് കേട്ടോ ഇത്. ഈ തളമീൻ എന്ന് പറയും. വാളല്ല, തളമീൻ. വാള എന്ന് പറയുന്നത് മുള്ളുള്ളതല്ല, അതല്ല. ഇത് തേങ്ങ അരച്ച് വെച്ചാലും പൊരിച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കുറേ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ള മീനെന്ന് പറഞ്ഞിട്ട് കാക്ക കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ അതേപോലെ ഈ പച്ചക്കറികളൊക്കെ ഒരുമിച്ച് വാങ്ങിയിട്ട് സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അതും നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് ടിപ്പിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും വെച്ചാൽ ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വെക്കാത്ത വന്നല്ലോ, അപ്പോൾ ഫ്രഷായി കിട്ടൂലല്ലോ ഫ്രിഡ്ജിൽ വെച്ചാലേ. അപ്പോൾ അത്യാവശ്യത്തിന് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ ഒരുമിച്ച് വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പം പൈസയ്ക്കും ലാഭം കിട്ടും, വേസ്റ്റ് ആകുകയില്ല സാധനങ്ങൾ. അപ്പോൾ ഇത്തിരി വാങ്ങുമ്പോൾ എന്തായാലും കുറച്ചെന്തായാലും ബാക്കിയുണ്ടാവും. ഇതേപോലെ സെറ്റാക്കി വാങ്ങിയാൽ കുറച്ചധികം വാങ്ങിയാൽ ഇങ്ങനെ നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് ബോക്സിലാക്കി വെച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് മുറിച്ചും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് തൽക്കാലം മുറിച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. പിന്നെ അത് ആ റസ്ക് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കാക്ക. രാവിലത്തെ ചായക്ക് അതാണ് നമ്മൾ കുടിക്കൽ. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ പാൽ കവർ നന്നായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കണ്ടില്ല നല്ല ചളിയാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടാൽ തന്നെ നമ്മൾ കഴുകും. എന്നാലും അഥവാ അത് ശ്രദ്ധിക്കാത്ത പോകുന്നവരുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും ഒരു ഭയങ്കര ഉപയോഗമാണല്ലോ നമുക്ക്. എന്നും എന്ന് പറഞ്ഞ മാതിരി വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാത്തൊരു കറിയില്ലല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും അത് വേണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ച്. പിന്നെ എന്നും സൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി വൈകുന്നേരം ഈ കാക്ക വന്നാൽ ഈ മൂന്നേരം വരുമ്പോൾ ഞാൻ ചില സമയത്ത് ജ്യൂസ് അടിച്ച് വെക്കലുണ്ട്. അതിനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മുരിങ്ങക്കായൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഉണ്ടല്ലോ, ഗുഡ്സ് വണ്ടിയിലൊക്കെ ഇഷ്ടംപോലെ അതേപോലെ മുരിങ്ങക്കായ വരുന്നുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ എന്തായാലും അതിൽ പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഇടാതെ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വാങ്ങി നമുക്ക് സൂപ്പ് വെക്കുക, കറി വെക്കുക, പിന്നെ തോരൻ വെക്കുക ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ മുരിങ്ങക്കായ മുറിച്ച് വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി വെക്കുകയാണ് കേട്ടോ. പേസ്റ്റ് വെച്ചാൽ ഫൈൻ പേസ്റ്റാക്കി വെക്കുന്നില്ല കേട്ടോ. അത് എന്നെക്കാട്ടി നല്ലത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിൻ്റെ ജാറിലിട്ട് തന്നെയാണ് കേട്ടോ ചതയ്ക്കുന്നത്. പേസ്റ്റ് ആക്കിയാൽ ചില കറികൾക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുമല്ല ഒരുപാട് നമ്മൾ മാസങ്ങളോളം വെക്കാനുള്ള അത്രയും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 150 വെളുത്തുള്ളിയും 100 ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ കുറച്ച് ഓയിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് കാണലുണ്ട്, കുറച്ച് ഉപ്പൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുക ചെയ്യുന്നത്. ചിലത് ഞാൻ സലോ കിച്ചണിലൊക്കെ കണ്ടിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഐസ് ട്രേയിലൊക്കെ ആക്കിയിട്ട് പീസ് ആക്കിയിട്ട് എടുത്ത് വെക്കുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് പൊതുവേ അങ്ങനെ പേസ്റ്റ് ആക്കി വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി വലിയൊരു തൊലി നന്നാക്കലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ആ കുപ്പിയിൽ വെള്ളമൊന്നും ഉണ്ടാവണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ചയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും കുറച്ച് വെക്കുമ്പോൾ വെള്ളത്തോട് കൂടി വെക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടായി വെച്ചിട്ട് നന്നായിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ആ കുപ്പിയും മൂടിയൊക്കെ നല്ലോണം തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ ഫ്രീസറിലല്ല കേട്ടോ വെക്കുന്നത്, താഴെ തട്ടിലാണ് വെക്കുന്നത്. അടുത്തത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഇതേപോലത്തെ ഇത് സൂപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. മുരിങ്ങക്കായൻ്റെ സൂപ്പാണ്. അപ്പോൾ അത് എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ വീഡിയോ, യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ മുരിങ്ങക്കായൻ്റെ സൂപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇത് മുരിങ്ങക്കായൻ്റെ ആ ഒരു സമയം വരുമ്പോൾ അധികം ഇത് വാങ്ങി സൂപ്പൊക്കെ വെക്കലുണ്ട് ഞങ്ങൾ. പിന്നെ ഇതിപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്ത് വെക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചക്കായൻ്റെ ഉപ്പേരി വെക്കുകയാണെങ്കിൽ പോലും കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. പച്ചക്കായൻ്റെ ഉപ്പേരിയൊക്കെ പച്ചക്കായൊക്കെ പെട്ടെന്ന് വെന്ത് വരുന്നതല്ലേ. എന്നാലും ഇതേപോലെ ഒരൊറ്റ വിസിൽ അടിക്കുക
ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ നല്ല രീതിയിലായി കിട്ടും. അടുത്തത് മീനിന് ഒരു മസാല റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഇതേപോലെ മീൻ പൊരിക്കുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നല്ലത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ മസാല റെഡിയാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി പെട്ടെന്ന് എടുത്ത് തീർക്കണം എന്നാണെങ്കിൽ കുറച്ച് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതിൽ നമ്മൾ ചിക്കനിലേക്കാണ് ഈ മസാല ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും പിന്നെ അതേപോലെ വെളുത്തുള്ളി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ചധികം ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് 3-4 അല്ലി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്കും അടിപൊളി തന്നെയാണ്, മീനിലേക്കും അടിപൊളിയാണ്. പിന്നെ തിരക്കിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടാക്കലില്ല എന്ന് മാത്രം. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ അതിൽ ഈ നാരുകളുണ്ടാവും കേട്ടോ, പുളീൻ്റെ ആ നാരൊക്കെ ഒഴിവാക്കിയിട്ട് വേണം. പിന്നെ നമ്മൾ വെള്ളം പീഞ്ഞിട്ടല്ലല്ലോ, ഈ പുളി തന്നെ നേരിട്ട് ചേർക്കുകയാണല്ലോ. അപ്പോൾ പുളി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ സുർക്കയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഒക്കെ നല്ല തന്നെയാണ്. കുറച്ചൊരു പുളിരസമുള്ളത് മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളമായി പോയാൽ നല്ല ലൂസായി പോകും. അപ്പോൾ അത് മീനിൽ പുരട്ടുമ്പോൾ ഒരു സുഖം കിട്ടൂല കേട്ടോ. പിന്നെ അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇനി ഈ ഒരു അരപ്പ് ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിപ്പോൾ ഒരുപാട് ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ ഈ നല്ലൊരു പാത്രത്തിലേക്കാക്കി അടച്ച് വെക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ അത് ഫുഡ് ഗ്രേഡ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് തീരെ ക്വാളിറ്റി ഇല്ലാത്തതിലൊന്നും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത പാത്രമാണ് കേട്ടോ അത്. ഇതൊക്കെ നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി രാത്രി ഇത്രയും സമയം നമ്മൾ ഉറക്കൊഴിഞ്ഞ് ഇതൊക്കെ ചെയ്യേണ്ടേ, പിന്നെ രാവിലെ നേരത്തെ എണീറ്റാൽ പോരെ എന്നൊക്കെ ആളുകൾ ചോദിക്കും എന്തായാലും. അപ്പോൾ എല്ലാ വീഡിയോൻ്റെ താഴെ അത് ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ 4 മണിക്ക് എണീറ്റിട്ട് അടുക്കളയിൽ പണിയെടുക്കണം. പെട്ടെന്ന് നമുക്ക് പണി തീർക്കണമെങ്കിൽ ജോലിക്ക് പോകണമല്ലോ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ടൈം ഒക്കെ ആകുമ്പോൾ റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണല്ലേ ഇതേപോലെ ഈ ബാലൻസ് ആവുക. ഉള്ളി എടുത്താൽ കുറച്ചധികമൊക്കെ നമുക്ക് ഉള്ളി അരിയേണ്ട സമയത്തൊക്കെയാണ് ഇങ്ങനെ വരിക. എന്നാലും ഒരു വലിയ ഉള്ളി എടുത്ത് മുറിച്ച് കറിയിലേക്ക് ഒരുപാട് വേണ്ടല്ലോ. അപ്പോൾ അത് ബാക്കിയാവുന്ന സമയത്ത് അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ മുറിച്ചത് വെച്ചാൽ ദോഷമാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളൊരു പരിഹാരമാണ് ഈ ഉള്ളിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അതുമല്ല ഇതിങ്ങനെ കുറേ ദിവസം വെക്കുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഉള്ളി ഭയങ്കര പ്രശ്നമാണ് ഫ്രിഡ്ജിലൊക്കെ ഇതേപോലെ മുറിച്ച് വെച്ചാൽ. പിന്നെ നമ്മൾ പാത്രത്തിലാക്കി അടച്ച് വെക്കുന്നതിനോണ്ട് വലിയൊരു കുഴപ്പമില്ല. പിന്നെ ഓയിൽ തേച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തത് ഒരാഴ്ചത്തേക്കുള്ള ഈ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങുമ്പോഴാണെങ്കിൽ ഇതേപോലെ നല്ല ക്ലീനാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒരുപാട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കല്ലുപ്പ് കുറച്ച് അധികം ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അതിൽ അലിയിച്ചിട്ട് പൊടിയുപ്പ് ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ അതിൽ മുക്കി വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ നേരം വെക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഒലച്ച് കഴുകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒലച്ച് 1, 2, 3 പ്രാവശ്യം കഴുകിയെടുത്താൽ നല്ല ക്ലീനായി കിട്ടും നമ്മളെ വെജിറ്റബിൾസ്. പിന്നെ ഇപ്പോൾ തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ തൽക്കാലം അപ്പോൾ ഇത്രയും പച്ചക്കറിയുള്ളൂ നമുക്ക് കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. പിന്നെ നമ്മൾ കയ്പ്പൊക്കെ ഒക്കെ ക്ലീനാക്കി വെക്കുമ്പോൾ ഉള്ളത്തെ ആ ഒരു സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ക്ലീനാക്കി വെക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ആ ബോക്സിൽ സ്ഥലവും ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഒരുമിച്ച് വലുതാക്കി വെക്കുമ്പോൾ നിറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ പരമാവധി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക. തൊലി കളയാനുള്ള തൊലി കളഞ്ഞൊക്കെ. ഇനി ഈ ചേന അല്ലെങ്കിൽ മത്തനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിന് കുറച്ച് ഭാരം കുറയുകയും ചെയ്യും, നമ്മൾ വെയിറ്റ് കുറയുമല്ലോ. അപ്പോൾ ഒരുപാട് സാധനം കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചാൽ മതി. ഇതപ്പോൾ ഞാനൊരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്, നമ്മൾ വെജിറ്റബിൾസും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അരിയുന്ന സമയത്ത് ഒരു പേപ്പറിലേക്കാക്കി വെക്കുകയാണെങ്കിൽ ആ പേപ്പർ അടക്കം പുറത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ ഭാഗം ഒന്നും വൃത്തിയാക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒന്നും ഞാൻ ഇതേപോലെ ക്ലീനാക്കി വെക്കുന്നില്ല. അപ്പോൾ ഇത് ആക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.